ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യുജിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുരിങ്ങയില നമ്മുടെ ശരീരത്തിലെ നീരും അതുപോലെ തന്നെ വേദനയൊക്കെ കുറയ്ക്കാനായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം, മുരിങ്ങ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു ഔഷധ സസ്യം തന്നെയാണ്. നമ്മൾ പച്ചക്കറിയായിട്ട് ഇലക്കറിയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ഇലയും വേരും അതുപോലെ തന്നെ തൊലിയും ഒക്കെ ഔഷധ ഗുണമുള്ളതാണ്. നമ്മൾ ഇതിനെ വെച്ച് തൊലി വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ അത് മുടി വളർച്ചയ്ക്ക് അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ നല്ല റിസൾട്ട് എനിക്കുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് മുരിങ്ങ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് മുരിങ്ങയില. അപ്പോൾ നമ്മുടെ സന്ധികളിലെ വേദനയും നീരും ഒക്കെ വളരെ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഈ മുരിങ്ങയില ഉപയോഗിച്ചിട്ടുള്ള ആ ടിപ്പ് എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. നമ്മുടെ ജോയിൻസിലൊക്കെ വേദന മാറ്റാനായിട്ട് സഹായിക്കുന്ന വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൂടിയ അളവിൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുരിങ്ങയില. അപ്പോൾ ഒരു പിടി മുരിങ്ങയിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കട്ടിയുള്ള ഞെട്ടെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് മിക്സിയിലോ അല്ലെങ്കിൽ കല്ലിലോ നിങ്ങളുടെ സൗകര്യം പോലെ നമുക്ക് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലാണ് ചെയ്യുന്നത് കേട്ടോ. 2 സ്പൂൺ കല്ലുപൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട്. മുരിങ്ങയില അരയ്ക്കാനായിട്ട് ഇത്തിരി പണിയാണ്. അതുകൊണ്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് ഒരു ലേശം വെള്ളം ഇതിൽ ചേർക്കുന്നുണ്ട്. ഒരുപാടല്ല, ഒരല്പം വെള്ളം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ പച്ചമരുന്ന് റെഡി ആയിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു. നല്ല റിസൾട്ടും കിട്ടിയിരുന്ന കാര്യങ്ങളാണ്. ഇത് നമുക്ക് നീരോ വേദനയോ ഒക്കെ ഉള്ള ഭാഗത്ത് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. കൈവച്ചോ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ പുരട്ടി കൊടുക്കുക. ഇത് 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറെങ്കിലും വരെ ഇത് അതുപോലെ തന്നെ വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാല് നീട്ടിയിരുന്ന് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം. ആ ഒരു രീതിയിൽ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് കയ്യിലൊക്കെ ആണെങ്കിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു തുണി കൊണ്ട് നമുക്ക് കെട്ടി വയ്ക്കുകയും ചെയ്യാം. മുരിങ്ങയിലയിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് നീരിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ജോയിൻസിലുള്ള വേദനയും നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇനി നിങ്ങൾ എവിടെയെങ്കിലും വീണ് ഒടിയോ ചതയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക. എക്സ്റേ എടുക്കേണ്ടി വരും. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ വൈദ്യനിർദ്ദേശപ്രകാരം ചെയ്യാനായിട്ടും ഓർക്കുക. അപ്പോൾ മുരിങ്ങയില ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ നീരും വേദനയൊക്കെ കുറയ്ക്കാനുള്ള ഹോം റെമഡി കണ്ടല്ലോ. അപ്പോൾ ഇനി മറ്റൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനൊക്കെ മുരിങ്ങയില ഉപയോഗിക്കുക. അതുപോലെ കുറേ ബെനിഫിറ്റ്സുകളുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. മുരിങ്ങയില നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ട് വളരെയേറെ സഹായമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും 40 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊക്കെ മങ്ങലുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏജാണ്. അപ്പോൾ ആ ഒരു ഏജിൽ നമുക്ക് എഴുതാനും വായിക്കാനും ഒന്നും കണ്ണടയുടെ സഹായം ആവശ്യമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ മുരിങ്ങയില കഴിച്ചു തുടങ്ങുക. മുരിങ്ങയില നമുക്ക് മുട്ടത്തോരനായിട്ടോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കുടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, മുരിങ്ങയില ഇട്ട് വെള്ളം തിളപ്പിച്ച് ആ ഒരു രീതിയിൽ നമുക്ക് കുറച്ച് മുരിങ്ങയിലയുടെ സത്ത് നമ്മുടെ ഉള്ളിൽ എത്താനായിട്ട് സഹായിക്കും. നമുക്കറിയാം, BP കുറയ്ക്കാനായിട്ടും അതുപോലെ പ്രമേഹം കൺട്രോൾ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില. അപ്പോൾ അതുകൊണ്ട് BP കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ദിവസം കൂടി അളവിൽ മുരിങ്ങയില നമ്മൾ കഴിക്കാൻ പാടുള്ളതല്ല. അപ്പം മിതമായ രീതിയിൽ വേണം കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ പ്രമേഹമുള്ളവർക്ക് കാഴ്ച പ്രശ്നങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ മുരിങ്ങയില നമ്മൾ ഡെയിലിയൊക്കെ കഴിക്കുകയാണെങ്കിൽ, ഡെയിലി അല്ലെങ്കിലും ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഒക്കെ കഴിക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് അകറ്റാനായിട്ട് സാധിക്കും. കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ നേരത്തെ തന്നെ മുരിങ്ങയില കഴിച്ചു തുടങ്ങേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മുരിങ്ങയില ഉപയോഗിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അത് വീഡിയോ കാണുന്ന മറ്റുള്ള കൂട്ടുകാർക്കും കൂടി വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിവായിരിക്കും. കിഡ്നി സ്റ്റോൺ മാറാനും അതുപോലെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഹെയർ പാക്കായിട്ടും മുടി വളരാനായിട്ടും ഒക്കെ നമുക്ക് മുരിങ്ങയില വിവിധ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. മുരിങ്ങയില സ്കിൻ ബ്രൈറ്റനിങ്ങിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ നേരത്തെ അരച്ച മുരിങ്ങയില അതിൽ നമ്മൾ ഉപ്പ് ചേർക്കാതെ അരച്ച് ഫസ്റ്റ് ഒന്ന് എടുത്തിട്ട് ആ കുറച്ച് മുരിങ്ങയില ഇങ്ങോട്ട് മാറ്റുക. അതിനുശേഷം ഉപ്പ് ചേർത്ത് നമ്മുടെ കാലിൽ നീരിനൊക്കെ ഉപയോഗിക്കാം. സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഉപയോഗിക്കുമ്പോൾ മുരിങ്ങയില അരച്ചതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പുളിയുള്ള തൈര് വേണം എടുക്കാനായിട്ട്. ഇത് മുഖക്കുരു ഉള്ളവരാണെങ്കിൽ പാടമാറ്റിയ പാൽ ഉപയോഗിച്ചുള്ള തൈരാണ് നല്ലത് കേട്ടോ. മുഖത്തെ അഴുക്കെല്ലാം മാറിയിട്ട് സ്കിൻ നല്ല ഗ്ലോ ആകാനും ബ്രൈറ്റ് ആവാനും ഒക്കെ സഹായിക്കും. പിറ്റേ ദിവസം ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം നമ്മൾ ഇതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാകും. അത്രയും നല്ലൊരു പാക്കാണിത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും അറിയട്ടെ ഇതുപോലുള്ള പുതിയ പുതിയ ടിപ്സുകൾ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.